ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇലയടയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ എല്ലാവരുടെ രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഒരുപാട് ഓവറായിട്ട് മധുരവും കാര്യങ്ങളൊന്നും നമുക്ക് മടുപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ഇലയടയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് കാണാം. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ടൊക്കെ കൊടുക്കാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മളുടെ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണല്ലേ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കട്ട, അതായത് ഉരുണ്ട ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ബ്ലാക്ക് ശർക്കരയാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബ്ലാക്ക് ശർക്കര യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വന്നിട്ട് ഏലക്കാപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തേക്ക്. ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ജീരകവും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കപ്പ് അളവിൽ ഞാൻ വന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൽ ഞാൻ വന്നിട്ട് എടുക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അവലാണ് കേട്ടോ. ആ അവലും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് അവലും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവൽ ചേർക്കുമ്പോഴത്തെ ഒരു ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മധുരം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നത്തില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനും ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കാഷ്യൂനട്ടൊക്കെ ഒന്ന് നെയ്യിൽ വറുത്ത് ചേർക്കാൻ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് മാവ് കുഴയ്ക്കുന്ന വിധം ഒന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അത് 2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ അടയിൽ കഴിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് കുറേശ്ശെ നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പം തന്നെ ഒന്ന് കുഴച്ച് ഉടനെ തന്നെ നമുക്ക് ഇലയിലൊന്ന് പരത്തിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഒന്ന് ചെറുതായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിക്ക് എനിക്ക് മാക്സിമം ഒരു 3.5 കപ്പോളം വെള്ളം എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നിങ്ങൾക്കും ക്വാണ്ടിറ്റിയിൽ വെള്ളം ആവശ്യം വേണ്ടി വരും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് പരത്തി കൊടുത്തേക്കാം. പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ നമുക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തേക്കാം കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് നോക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ നോർമലി എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും പുതിയതായിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇത് കുറച്ചും കൂടി യൂസ്ഫുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാനും അങ്ങനെ പരത്തിയിട്ട് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് പരത്തി സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ എല്ലാനും പരത്തി വെച്ചതിന് ശേഷം ചുട്ടെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രം അടുപ്പിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ട് ഒന്ന് കമത്തി വെച്ചിട്ട് അതിൻ്റെ മീതെ ഇല വെച്ച് കൊടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ അട വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഇല വന്നിട്ട് ചട്ടിയിൽ വെച്ച് ഒന്ന് ചുട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് രണ്ടും ഒരേ എന്താ പറയുക ഐറ്റംസാണ് ഫില്ല് ചെയ്ത് വെക്കുന്നതെങ്കിലും കഴിക്കുമ്പോൾ ടേസ്റ്റ് രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ചുട്ടെടുക്കുന്നത് വേറെ ടേസ്റ്റാണ് ഫീൽ ചെയ്യുക, അതുപോലെ സ്റ്റീം ചെയ്യുന്നത് വേറെ ഒരു ടേസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ രണ്ടിനും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, പക്ഷേ രണ്ടും ഒരേ ഐറ്റം ആണെന്ന് മാത്രം. അതാണ് പറയുന്നത്, ഓരോരുത്തരുടെ രീതികളും ഓരോരുത്തരുടെ കുക്കിംഗ് സ്റ്റൈലിൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന രീതി ഇവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കണേ. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ താങ്ക് യു സോ മച്ച്. പിന്നെ എന്താ പറയുക, എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ, ടേക്ക് കെയർ ഓൾ.